സോ നമുക്കതൊന്ന് ഡൗൺ ചെയ്യാം. നമുക്കത് ഡൗൺ ആട്ടോ ചെയ്യേണ്ടത്, ബിക്കോസ് നമുക്കത് അപ്പ് ചെയ്താണ് വരേണ്ടത്. നിങ്ങൾക്കത് ലാസ്റ്റ് ആ ഡിസൈൻ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ ഓക്കെ ഫൈൻ, ദെൻ അത് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തേർഡ് സ്ക്രീനിലോട്ട് പോവാം. തേർഡ് സ്ക്രീനിലപ്പോൾ എങ്ങനെയാണ് വരേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. തേർഡ് സ്ക്രീനിലിപ്പോൾ നോർമലി വരേണ്ടത് എങ്ങനെയാണ്, സെക്കൻഡ് സ്ക്രീനും ഫോർത്ത് സ്ക്രീനും. ഓക്കെ, ഇപ്പോൾ തേർഡ് സ്ക്രീനിൽ നമുക്ക് സെക്കൻഡ് സ്ക്രീൻ ആഡ് ചെയ്യാം. ടോപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് സോ ഗൈസ് സി, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ആ ക്ലിപ്പ് കണ്ടൻറ്റ് അത് എനേബിൾഡ് അല്ലെങ്കിൽ കറക്റ്റാണല്ലോ എനേബിൾഡ് അല്ലെങ്കിൽ ലൈക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ബിക്കോസ് നമ്മളത് ജസ്റ്റ് ഡ്രാഗ് മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ജസ്റ്റ് അവിടെ തന്നെ വിഷ്വലായിട്ട് കാണും. അത് ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ, ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് നമ്മുടെ റൈറ്റ് സൈഡിൽ തന്നെ അത് കാണാൻ സാധിക്കും. ഓക്കെ, അത് മുകളിലോട്ട് കൊണ്ടുപോയിട്ട് ജസ്റ്റ് അത് ഞാൻ ടിക്ക് ചെയ്ത് കാണിച്ചുതരാം. ഓക്കെ, ജസ്റ്റ് അത് കണ്ടോ, ആ ക്ലിക്ക് കണ്ടാൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്താൽ മതി, അത് ഓക്കെയാണ്. അതേപോലെ നമുക്ക് ലാസ്റ്റ് സ്ക്രീൻ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് താഴോട്ട് ആഡ് ചെയ്ത് നോക്കാം. നമുക്കത് താഴെ നിന്ന് വരുന്നൊരു ആനിമേഷനായിട്ടല്ലേ നമുക്ക് വേണ്ടത്. സോ അതാണ് കേട്ടോ നമ്മളത് ജസ്റ്റ് താഴെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് പ്രോട്ടോടൈപ്പിംഗ് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. പ്രോട്ടോടൈപ്പിങ്ങിന് എങ്ങനെയാണ് വരുന്നതെന്ന്. ഒരു വലുതായിട്ട് വലിയ വലുതായിട്ട് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നമുക്കൊന്ന് കാണാം. സോ ഇതിപ്പോൾ ഓൾറെഡി എല്ലാം ഓക്കെയാണ്. ആൻഡ് പ്രോട്ടോടൈപ്പിംഗ് നമുക്ക് ജസ്റ്റ് എടുക്കാവുന്ന, പ്രോട്ടോടൈപ്പ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് അത് സ്ക്രീന് മാർക്ക് ചെയ്യാം ആൻഡ് കൊടുക്കാം. നമുക്കതിൽ ഡ്രാഗ് ഓൺ എന്ന് കൊടുക്കാം. ഡ്രാഗ് ഓൺ, ദെൻ ആ മൂവ് ഓൺ മാറ്റിയിട്ട് സ്മാർട്ട് ആനിമേറ്റ് കൊടുക്കാം. ആൻഡ് ഈസി ഔട്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നമുക്കതിൽ കസ്റ്റമൈസ് ബേസ്ഡ് കൊടുക്കാം. ഓക്കെ ഫൈൻ, നമുക്കൊരു 300, ഓക്കെ 300 ജസ്റ്റ് അതൊന്നും മാറ്റാണ്ട് 300 മാറ്റിയിട്ട് നമുക്കൊരു 1500 കൊടുക്കാം, 1500 MS കൊടുക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആ കർവ് ഒന്ന് നമുക്കൊന്ന് അഡ്ജസ്റ്റബിൾ ആക്കാനുണ്ട്. ജസ്റ്റ് ലെഫ്റ്റോട്ട് ആൻഡ് റൈറ്റോട്ടൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റബിൾ ആക്കാനുണ്ട്. ഓക്കെ, ടോപ്പ് ലെഫ്റ്റും ആൻഡ് അത് റൈറ്റും ഒന്ന് ആക്കാനുണ്ട്. ഓക്കെ ഫൈൻ, നമുക്ക് ഈ സെയിം ഇത് തന്നെയാണ് കേട്ടോ ബാക്കി എല്ലാ സ്ക്രീനിൽ വരുന്നത്. നമുക്ക് ജസ്റ്റ് ചേഞ്ച് നിങ്ങൾ വേണം മാത്രം മാറ്റിയാൽ മതി. സോ ഞാനിതിൽ എല്ലാത്തിലും സെയിം തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ.